വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ LGSന് വേണ്ടിയിട്ടുള്ള അസ്ട്രോണമി എന്ന് പറയുന്ന ഭാഗം നമ്മൾ പഠിച്ചു തുടങ്ങി അല്ലേ? LGSന്റെ സിലബസിൽ സൗരയൂഥം, ഗ്രഹങ്ങള്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അത് നമ്മൾ പഠിച്ചു തുടങ്ങി. അപ്പൊ അതിലെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ നമ്മൾ പഠിച്ചത്? എന്താ സൗരയൂഥം എന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഗ്രഹങ്ങളിലേക്ക് നമ്മൾ കടന്നില്ല, സൂര്യനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പൊ ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോണേ? ഗ്രഹങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോണേ. അപ്പൊ എന്താ ഗ്രഹങ്ങള്, ഏതൊക്കെയാ ഗ്രഹങ്ങള് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിക്കണം. അപ്പൊ ഗ്രഹങ്ങൾ അഥവാ പ്ലാനറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കണേ. ഗ്രഹങ്ങൾ അഥവാ പ്ലാനറ്റ്സ് കേട്ടോ. അപ്പോ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രീക്ക് വേർഡ് ആണ്. ഈ പ്ലാനറ്റ്സ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താണ്? അലഞ്ഞു തിരിയുന്നവ എന്നാണ്. അപ്പൊ അലഞ്ഞു തിരിയുന്നവ എന്നർത്ഥം വരുന്ന ഗ്രീക്ക് പദമാണ് അല്ലെ പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞത്. അപ്പൊ പ്ലാനറ്റ്സ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താണ്? അലഞ്ഞ് തിരിയുന്നവ എന്നാണ്. നമ്മുടെ സൂര്യനിൽ നിന്നുള്ള അകലം അനുസരിച്ച്, സൂര്യനിൽ നിന്നുള്ള അകലപ്രകാരം ഗ്രഹങ്ങളെ നമുക്ക് എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ ബുധൻ. സൂര്യനിൽ നിന്നുള്ള അകലപ്രകാരമാണ് എഴുതുന്നത് ബുധൻ. അടുത്തത് ബുധനെ നമ്മൾ എന്ത് വിളിക്കും? മെർക്കുറി. ബുധൻ അഥവാ മെർക്കുറി. അടുത്തത് ശുക്രൻ. ബുധൻ കഴിഞ്ഞാൽ ശുക്രൻ അഥവാ വീനസ്. ബുധൻ കഴിഞ്ഞാൽ ശുക്രൻ. അടുത്തത് ഏതാ? മൂന്നാമത്തത് ഭൂമി. ബുധൻ, ശുക്രൻ, ഭൂമി. ഭൂമിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാ? ഭൂമി അഥവാ എർത്ത്. ഇന്നലെ ഒരു കുട്ടി കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷ് വേർഡും കൂടെ പറഞ്ഞോളൂ ടീച്ചറേന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പറയണത്. ഭൂമി കഴിഞ്ഞാൽ ചൊവ്വയ്ക്ക് എന്ത് വിളിക്കും? മാർസ്. ചൊവ്വ എന്താണ്? മാർസ് ആണ്. ചൊവ്വ അഥവാ മാർസ് ആണ്. അടുത്തത് വ്യാഴം. ഇതാണ് വ്യാഴം. വ്യാഴത്തിന് എന്താ വിളിക്കുക? ജുപ്പിറ്റർ. വ്യാഴം അഥവാ ജുപ്പിറ്റർ. അടുത്തത് ഏതാ? ശനി അല്ലേ? ശനിയാണ്. ശനി അഥവാ സാറ്റേൺ എന്ന് വിളിക്കും. അടുത്തത് എന്താണ്? അരുണൻ. എന്താണ്? അരുണൻ എന്ന് പറയും. അരുണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുറാനസ്. എന്താണ്? യുറാനസ് അഥവാ അരുണൻ. ഇനി ലാസ്റ്റ് വൺ വരുണനാണ്. വരുണൻ അഥവാ നെപ്റ്റ്യൂൺ. ഇപ്പൊ എത്ര എണ്ണത്തിന്റെ പേരാ നമ്മൾ എഴുതിയ? 8 ഗ്രഹങ്ങളുടെ പേരാണ് എഴുതി. അപ്പൊ സൂര്യനിൽ നിന്നുള്ള അകലപ്രകാരമാണെന്ന് പറഞ്ഞു. അതിലപ്പോ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, ഈ 4 ഗ്രഹങ്ങൾ ഉണ്ടല്ലോ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, ഈ 4 ഗ്രഹങ്ങളും ഇന്നർ പ്ലാനറ്റ്സ് എന്നറിയപ്പെടുന്നു. എന്താണ്? ഇന്നർ പ്ലാനറ്റ്സ് എന്നറിയപ്പെടുന്നു. ഇന്നർ പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അന്തർഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നു. ഇന്നർ പ്ലാനറ്റ്സ് അഥവാ അന്തർഗ്രഹങ്ങൾ. ഈ ഇന്നർ പ്ലാനറ്റ്സ് അഥവാ അന്തർഗ്രഹങ്ങൾ ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഏതവസ്ഥയിലാ? ഖരാവസ്ഥ. അടുത്തത് വ്യാഴം, ശനി, അതുപോലെ തന്നെ അരുണൻ, വരുണൻ, അല്ലെങ്കിൽ ജുപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവ ഔട്ടർ പ്ലാനറ്റ്സ് എന്നറിയപ്പെടുന്നു. എങ്ങനെ അറിയപ്പെടുന്നു? ഔട്ടർ പ്ലാനറ്റ്സ് എന്നറിയപ്പെടുന്നു. ഔട്ടർ പ്ലാനറ്റ്സ് എന്താ പറയാ, അല്ലെങ്കിൽ ബാഹ്യഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ജോവിയൻ പ്ലാനറ്റ്സ് എന്ന് വിളിക്കുന്നു, ജോവിയൻ ഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ വാതക ഭീമന്മാർ എന്ന് വിളിക്കുന്നു. ഇവ ഒക്കെ ഏതവസ്ഥയിൽ കാണപ്പെടുന്നു? വാതകാവസ്ഥയിൽ കാണപ്പെടുന്നു. അപ്പൊ ഒന്ന് പറഞ്ഞേ, സൂര്യനിൽ നിന്നുള്ള അകലപ്രകാരം സൂര്യന്റെ ഏറ്റെടുത്ത ബുധൻ, അത് കഴിഞ്ഞാൽ ശുക്രൻ, അത് കഴിഞ്ഞാൽ ഭൂമി, അത് കഴിഞ്ഞാൽ ചൊവ്വ, പിന്നെ വ്യാഴം, പിന്നെ ശനി, പിന്നെ യുറാനസ്, പിന്നെ നെപ്റ്റ്യൂൺ. അങ്ങനെയാ കാണപ്പെടുന്നത് സൂര്യനിൽ നിന്നുള്ള അകലപ്രകാരം. അപ്പൊ സൂര്യൻ ഇവിടെയാ നിക്കണേ വെച്ചാൽ സൂര്യന്റെ തൊട്ടടുത്ത് ആരുണ്ട്? ബുധനുണ്ട്. അതിന്റെ തൊട്ടാരുണ്ട്? ശുക്രനുണ്ട്. അതിന്റെ തൊട്ടാരുണ്ട്? ഭൂമിയുണ്ട്. അങ്ങനെ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ എന്നിങ്ങനെ 8 ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നുള്ള അകലപ്രകാരമാണ് കാണപ്പെടുന്നതെങ്കിൽ, ഇനി നമ്മൾ വലിപ്പ പ്രകാരമുള്ളത് പഠിക്കണം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ നമ്മൾ പഠിക്കുന്നു. അകലപ്രകാരം കാണപ്പെടുന്ന ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ തുടങ്ങിയ 4 ഗ്രഹങ്ങളെ അന്തർ പ്ലാനറ്റ്സ് അഥവാ അന്തർഗ്രഹങ്ങൾ അഥവാ ഇന്നർ പ്ലാനറ്റ്സ് എന്ന് വിളിക്കുന്നു. ഇവ ഖരാവസ്ഥയിൽ കാണപ്പെടുന്നു. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവ ഔട്ടർ പ്ലാനറ്റ്സ് അഥവാ ബാഹ്യഗ്രഹങ്ങളാണ്, അല്ലെങ്കിൽ ജോവിയൻ ഗ്രഹങ്ങളാണ്.
എന്താണ്, അല്ലെങ്കിൽ വാതക ഭീമന്മാരാണ്. ഇവ ഏതവസ്ഥയിൽ കാണപ്പെടുന്നു? വാതകാവസ്ഥയിൽ കാണപ്പെടുന്നു. ക്ലിയർ ആയില്ലേ? ഇനി വലിപ്പ പ്രകാരം നമ്മൾ എങ്ങനെ വിളിക്കും? വലിപ്പ പ്രകാരം ഏറ്റവും വലിപ്പം കൂടിയത് വ്യാഴം, വ്യാഴം കഴിഞ്ഞാൽ ശനി, ശനി കഴിഞ്ഞാൽ യുറാനസ്, ശനി കഴിഞ്ഞാൽ യുറാനസ്, അത് കഴിഞ്ഞാൽ നെപ്റ്റ്യൂൺ, ശനി കഴിഞ്ഞാൽ യുറാനസ്, അത് കഴിഞ്ഞാൽ നെപ്റ്റ്യൂൺ. അപ്പൊ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം, രണ്ടാം സ്ഥാനത്ത് ശനി, മൂന്നാം സ്ഥാനത്ത് യുറാനസ്, നാലാം സ്ഥാനത്ത് നെപ്റ്റ്യൂൺ, വലിപ്പത്തിൽ അഞ്ചാം സ്ഥാനമാർക്ക് PSCയുടെ ചോദ്യമാണ് ഭൂമി. ഭൂമി കഴിഞ്ഞാൽ അടുത്തത് കാണുന്നത് ശുക്രൻ, ഭൂമി കഴിഞ്ഞാൽ ശുക്രൻ, ശുക്ര കഴിഞ്ഞാൽ ചൊവ്വ, ചൊവ്വ കഴിഞ്ഞാൽ ബുധൻ. അപ്പൊ എങ്ങനെയാ വലിപ്പപ്രകാരം പറയണേ? വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ, വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ, ഭൂമി ശുക്രൻ ചൊവ്വ ബുധൻ. വലിപ്പത്തിൽ അഞ്ചാം സ്ഥാനം ഭൂമി, ഒന്നാം സ്ഥാനം വ്യാഴം, രണ്ടാം സ്ഥാനം ശനി, ഏറ്റവും ചെറുത് ഏതാണ്? ബുധനാണ്. ഏറ്റവും ചെറുത് ഏതാണ്? ബുധനാണ്. അപ്പൊ ഇത്രയും ഗ്രഹങ്ങളെ കുറിച്ച് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? അപ്പൊ ഗ്രഹങ്ങളെ കുറിച്ച് ഒരു ധാരണയായില്ലേ? ഇനി നമുക്ക് ഓരോ ഗ്രഹങ്ങളെയും കുറിച്ച് പഠിക്കണം. ആദ്യത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബുധനെ കുറിച്ചാണ്. ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ? ബുധന്റെ നമ്മൾ ഇംഗ്ലീഷ് വേർഡ് ബുധൻ അഥവാ എന്താ നമ്മൾ പറഞ്ഞേ? ബുധൻ അഥവാ മെർക്കുറി, ബുധൻ അഥവാ മെർക്കുറിയെ കുറിച്ച് പഠിക്കുന്നു. അപ്പോ എന്താണ് മെർക്കുറി? മെർക്കുറി എന്ന് പറഞ്ഞ റോമൻ സന്ദേശവാഹകന്റെ പേരാണ്. റോമക്കാരുടെ ഓരോ ദേവതകളുടെ പേരാണ് നമ്മൾ ഓരോ നക്ഷത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ റോമൻ സന്ദേശവാഹകന്റെ പേരാണ്, സന്ദേശവാഹകന്റെ പേരാണ് എന്താ പറഞ്ഞ? മെർക്കുറി. പറഞ്ഞ റോമൻ സന്ദേശവാഹകന്റെ പേരാണ് മെർക്കുറി. മെർക്കുറി അല്ലെങ്കിൽ ബുധൻ ഏറ്റവും ചെറിയ ഗ്രഹമാണ്. മെർക്കുറി അല്ലെങ്കിൽ ബുധൻ ഏറ്റവും ചെറിയ ഗ്രഹമാണ്. സൂര്യനോട്, സൂര്യന്റെ അടുത്തു കിടക്കുന്ന ഗ്രഹമാണ്. സൂര്യന്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹമാണ്. ഭൂമിയുടേതിന് തുല്യമായ, ഭൂമിക്ക് തുല്യമായ കാന്തിക മണ്ഡലമുള്ള ഗ്രഹമാണ്. ഭൂമിക്ക് തുല്യമായ കാന്തിക മണ്ഡലമുള്ള ഗ്രഹമാണ്. ബുധന്റെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇരുമ്പാണ്. ബുധന്റെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താണ്? ഇരുമ്പാണ്. മനസ്സിലായില്ലേ? ഇനി ഇതിന് എന്തില്ല? ഇതിന് ആകൃതി ഇല്ല. അപ്പൊ ആകൃതി ഇല്ലാത്ത ഗ്രഹമാണ് എന്താണ്? ബുധൻ എന്ന് പറയുന്നത് ആകൃതി ഇല്ലാത്ത ഗ്രഹമാണ്. അതായത് ഉൽപ്പത്തിക്ക് ശേഷം പിന്നെ അത് ചുരുങ്ങിപ്പോയി എന്നാണ് പറയപ്പെടുന്നത്. ആ ചുരുങ്ങലിനെ നമ്മൾ വില്ലോ വിസ്പ് എന്നാണ് വിളിക്കുന്നത്. ആ ചുരുങ്ങിപ്പോയതിനെ, അപ്പൊ അതിനൊരു ഷേപ്പ് ഇല്ലാണ്ടായി, അതിനെ നമ്മൾ വിളിക്കുന്നത് വില്ലോ വിസ്പ് എന്നാണെന്നും ഓർത്തു വെക്കാം. ഇനി അടുത്ത പ്രത്യേകത, ഇതിന് അന്തരീക്ഷമില്ല. ഇതിന് എന്തില്ല? അന്തരീക്ഷമില്ല. അന്തരീക്ഷമില്ലാത്ത സൗരയൂഥത്തിലെ ഗ്രഹമാണ് ഏത്? നമ്മുടെ ബുധൻ. അന്തരീക്ഷമില്ലാത്തതിനാൽ ദിവസങ്ങൾക്ക് കടുത്ത ചൂടും രാത്രി ഭയങ്കര തണുപ്പും അനുഭവപ്പെടുന്നു. അന്തരീക്ഷമില്ലാത്തതിനാൽ ദിവസങ്ങൾക്ക് കടുത്ത ചൂടും രാത്രിക്ക് കടുത്ത തണുപ്പും അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ ഇവിടെ ഉപഗ്രഹവും ഇല്ല. അന്തരീക്ഷമില്ലാത്ത പോലെ തന്നെ ബുധന് എന്തുമില്ല? ഉപഗ്രഹവുമില്ല. ബുധനിലേക്ക് പോയ പേടകങ്ങളെ കുറിച്ച് പഠിക്കണം. ബുധനിലേക്ക് പോയ ഒരു പേടകം മാരിനർ 10 ആണ്. അപ്പൊ മാരിനർ 10 എവിടേക്കാണ് പോയത് എന്ന് ചോദിച്ചാൽ നമ്മൾക്കറിയണം ബുധനിലേക്കാണ്. അയച്ചത് ആരാണ്? അമേരിക്കയാണ്. അതുപോലെ തന്നെ നാസ അയച്ച വേറൊരു പേടകമാണ് മെസ്സഞ്ചർ. അപ്പോ മാരിനർ, അതുപോലെ തന്നെ മെസ്സഞ്ചർ തുടങ്ങിയവ ബുധനിലേക്ക് പോയിട്ടുള്ള പേടകങ്ങളാണ്. മാരിനറും അതുപോലെ തന്നെ മെസ്സഞ്ചറും. അപ്പൊ ഇത്രയാണ് ബുധനെ കുറിച്ച് പഠിക്കാനുള്ളത്. ബുധൻ അഥവാ മെർക്കുറി എന്ന് പറയുന്നത് റോമൻ സന്ദേശവാഹകന്റെ പേരാണ്. സൗരയൂഥത്തിലെ ചെറിയ ഗ്രഹമാണ്. സൂര്യനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ്. ഭൂമിക്ക് തുല്യമായ കാന്തിക മണ്ഡലമുള്ള ഗ്രഹമാണ്. ബുധന്റെ അകക്കാമ്പിൽ ധാരാളം ഇരുമ്പ് കാണപ്പെടുന്നു. ആകൃതി ഇല്ലാത്ത ഗ്രഹമാണ്. കാരണം ഉൽപ്പത്തിക്ക് ശേഷം അത് ചുരുങ്ങിപ്പോയി ഇത്ര. അപ്പൊ അതുകൊണ്ട് അതിനെ നമ്മൾ വില്ലോ വിസ്പ് എന്ന് വിളിക്കുന്നു. ഇനി ബുധന് അന്തരീക്ഷമില്ലാത്തത് കൊണ്ട് തന്നെ പകൽ ഭയങ്കര ചൂടും രാത്രി ഭയങ്കര തണുവുമായിരിക്കും ബുധനില്. ഉപഗ്രഹം ഇല്ല
ഇല്ലാത്ത ഗ്രഹമാണ് ബുധൻ. ബുധനിലേക്ക് പോയ ഒരു അമേരിക്കയുടെ പേടകമാണ് മാരിനർ 10. നാസ വിക്ഷേപിച്ച പേടകമാണ് മെസഞ്ചർ എന്നറിയപ്പെടുന്നത്. അപ്പൊ ബുധൻ പഠിച്ചില്ലേ നിങ്ങൾ? അടുത്ത ഗ്രഹത്തെ കുറിച്ച് പഠിക്കുക. ബുധൻ കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് ശുക്രനാണ്. എന്താണ് ശുക്രൻ അഥവാ വീനസിന്റെ പ്രത്യേകത? വീനസ്, ശുക്രൻ അഥവാ വീനസ് അല്ലെ. വീനസ് എന്താണ്? റോമൻ പ്രണയദേവിയുടെ പേരാണ്. റോമൻ പ്രണയദേവിയുടെ പേരാണ്. ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടാ. റോമൻ പ്രണയദേവിയുടെ പേരാണ്, അല്ലെങ്കിൽ സൗന്ദര്യ ദേവതയുടെ പേരാണ്. എന്താണ്? റോമക്കാരുടെ സൗന്ദര്യ ദേവതയുടെ പേരാണ് വീനസ് എന്ന് പറയുന്നത്. ഇനി ഈ ശുക്രന്റെ ഒരു പ്രത്യേകത, ശുക്രനെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? മടിയൻ ഗ്രഹം എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ മടിയൻ ഗ്രഹം എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. മടിയൻ ഗ്രഹം ഒക്കെ നേരെ തിരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ഏത് രീതിയിൽ പ്രദക്ഷിണം ചെയ്യുന്നുവോ ആ സൂര്യനെ മറ്റ് ഗ്രഹങ്ങൾ പ്രദക്ഷിണം ചെയ്യുന്നതിന്റെ വിപരീത ദിശയിലാണ് ശുക്രൻ പ്രദക്ഷിണം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് എന്താണ്? സൂര്യനെ എതിർദിശയിൽ പ്രദക്ഷിണം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ശുക്രനിൽ സൂര്യൻ ഉദിക്കുന്നത് പടിഞ്ഞാറ്. ശുക്രനിൽ സൂര്യൻ ഉദിക്കുന്നത് പടിഞ്ഞാറ്, അസ്തമിക്കുന്നത് കിഴക്ക്. മനസ്സിലായോ? അസ്തമിക്കുന്നത് കിഴക്ക്. അപ്പൊ പ്രദക്ഷിണം വിപരീതമാണ്. അതുകൊണ്ട് തന്നെ ശുക്രനിൽ സൂര്യൻ ഉദിക്കുന്നത് പടിഞ്ഞാറും അസ്തമിക്കുന്നത് കിഴക്കുമാണ്. ഇനി സൂര്യനെ അതേപടി പ്രതിഫലിപ്പിക്കാൻ നോക്കുന്നു എന്നുള്ളത് കൊണ്ട് ഏറ്റവും തിളക്കമേറിയ ഗ്രഹമാണ് ശുക്രൻ. തിളക്കമേറിയ ഗ്രഹമാണ്. തിളക്കം സൂര്യനെ അതേ രീതിയിൽ പ്രതിഫലിപ്പിക്കുമ്പോൾ തിളക്കം മാത്രമാണ് ഉണ്ടാവുക, എന്തും ഉണ്ടാവും, ചൂടും ഉണ്ടാവും. അപ്പൊ തിളക്കം കൂടിയ ഗ്രഹം, ചൂട് കൂടിയ ഗ്രഹം എന്നൊക്കെ നമ്മൾ എന്തിനെ വിളിക്കണോ? ശുക്രനെ വിളിക്കണോ. ഇനി അടുത്തത് സൂര്യന്റെ അരുമ എന്നറിയപ്പെടുന്ന ഗ്രഹം. സൂര്യന്റെ അരുമ എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ. അപ്പൊ സൂര്യന്റെ അരുമയാണ്, ഭൂമിയുടെ ഇരട്ടയാണ്. ഇതൊക്കെ ആരാണ്? ശുക്രനാണ്. ഇനി അടുത്തത്, ഇതിന് വേറെ പേരുണ്ട്, പ്രഭാത നക്ഷത്രം. എന്താണ് പ്രഭാത നക്ഷത്രം? പ്രദോഷ നക്ഷത്രം. അപ്പൊ പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നീ പേരുകളും ശുക്രനുണ്ട്. അപ്പൊ ശുക്രനെ കുറിച്ച് ഒന്ന് പഠിച്ചേ. ശുക്രൻ വീനസ് അല്ലെ. റോമൻ പ്രണയദേവിയുടെ പേരാണ് ശുക്രന്. മടിയൻ ഗ്രഹമാണ് ശുക്രൻ. പ്രദക്ഷിണം ചെയ്യുന്നതൊക്കെ മറ്റ് ഗ്രഹങ്ങൾ പ്രദക്ഷിണം ചെയ്യുന്നതിനേക്കാൾ നേരെ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ശുക്രനിൽ സൂര്യൻ ഉദിക്കുന്നത് പടിഞ്ഞാറും അസ്തമിക്കുന്നത് കിഴക്കുമാണ്. സൂര്യനെ പ്രതിഫലിപ്പിക്കാൻ നോക്കുകയാണ് ശുക്രൻ. അതുകൊണ്ട് തന്നെ ഭയങ്കര തിളക്കമുണ്ട്, നല്ല ചൂടുമുണ്ട്. സൂര്യന്റെ അരുമയാണ് ശുക്രൻ, ഭൂമിയുടെ ഇരട്ടയാണ് ശുക്രൻ. അതുപോലെ തന്നെ പ്രഭാത നക്ഷത്രം എന്നും പ്രദോഷ നക്ഷത്രം എന്നും എന്തിനെ വിളിക്കുന്നു? ശുക്രനെ വിളിക്കുന്നു. ഇനി അടുത്തത്, ശുക്രന് ലൂസിഫർ എന്ന വേറൊരു പേരുണ്ട്. മോഹൻലാലിന്റെ സിനിമ ഓർത്താ മതി അല്ലെ. ലൂസിഫർ എന്നറിയപ്പെടുന്നത് ആരാണ്? ശുക്രനാണ്. അടുത്തത്, ശുക്രന് ആരില്ല? ഉപഗ്രഹങ്ങളില്ല. അപ്പൊ ശുക്രന് ഉപഗ്രഹമില്ല. ശുക്രന്റെ വേറൊരു പേര് ലൂസിഫർ ആണ്. ഇനി അടുത്തത്, ശുക്രനില് ഒരു പീഠഭൂമി കാണപ്പെടുന്നുണ്ട്. ശുക്രനിൽ കാണപ്പെടുന്ന പീഠഭൂമിയുടെ പേര് ലക്ഷ്മീപാനം എന്നാണ്. അപ്പൊ ലക്ഷ്മീപാനം എന്ന പീഠഭൂമി ഏത് ഗ്രഹത്തിൽ കാണപ്പെടുന്നു? ശുക്രനിൽ കാണപ്പെടുന്നു. ഇനി ശുക്രനിലേക്ക് പോയ പേടകങ്ങളെ കുറിച്ച് പഠിക്കണം നമുക്ക്. ശുക്രനിലേക്ക് പോയ റഷ്യയുടെ പേടകം ഏതാണ് എന്ന് ചോദിച്ചാൽ വെനീറ 7 ആണ്. ശുക്രനിലേക്ക് പോയ റഷ്യയുടെ പേടകം വെനീറ 7 ആണ്. ശുക്രനിലേക്ക് ആദ്യം പോയ പേടകം അമേരിക്കയുടേതാണ്. മാരിനർ 2 ആണ്. അപ്പൊ മാരിനർ 2 എന്ന് പറയുന്ന പേടകവും വെനീറ 7ഉം എവിടേക്ക് പോയിട്ടുണ്ട്? നമ്മുടെ ശുക്രനിലേക്ക് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആയില്ലേ മക്കളെ നിങ്ങൾക്ക്? അപ്പൊ ശുക്രൻ അഥവാ വീനസ് റോമൻ പ്രണയദേവിയുടെ അല്ലെങ്കിൽ സൗന്ദര്യ ദേവതയുടെ പേരാണ്. മടിയൻ ഗ്രഹമാണ്. ലൂസിഫർ എന്നറിയപ്പെടുന്ന ഗ്രഹമാണ്. ഉപഗ്രഹം ഇല്ലാത്ത ഗ്രഹമാണ്. സൂര്യന്റെ അരുമ എന്നറിയപ്പെടുന്നു. ഭൂമിയുടെ ഇരട്ട എന്ന് വിളിക്കുന്നു. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്ന് വിളിക്കുന്നു. തിളക്കം കൂടിയ ഗ്രഹമാണ്, ചൂട് കൂടിയ ഗ്രഹമാണ്. പ്രദക്ഷിണം, അതായത് പ്രദക്ഷിണം ചെയ്യുന്നത് മറ്റ് ഗ്രഹങ്ങൾക്ക് വിപരീതമാണ്. സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നത് ശുക്രൻ. അതുകൊണ്ട് തന്നെ ശുക്രനില് സൂര്യൻ ഉദിക്കുന്നത് പടിഞ്ഞാറും അസ്തമിക്കുന്നത് കിഴക്കുമാണ്.
പീഠഭൂമി, ശുക്രനിൽ ഒരു വിശാലമായ പീഠഭൂമി കാണപ്പെടുന്നു. അതിന്റെ പേര് ലക്ഷ്മി പ്ലാനം എന്നാണ്. ലക്ഷ്മി പാനം എന്ന് പറയുന്ന ഒരു പീഠഭൂമി. എന്താണ് ലക്ഷ്മി പാനം എന്നാ ഞാൻ എഴുതിയല്ലേ. ലക്ഷ്മി പ്ലാനം എന്ന പീഠഭൂമി കാണപ്പെടുന്നു. ഇനി അടുത്തത് ശുക്രനിലേക്ക് ആദ്യം അമേരിക്കയുടെ ഒരു പേടകം പോയി, മാരിനർ 2. പിന്നെ റഷ്യയുടെ ഒരു പേടകം പോയി, എന്താണ്, വെനീറ 7. റഷ്യയുടെ പേടകം ഏതാണ്, വെനീറ 7 ആണ്. ഇനി നമ്മൾ അടുത്തത് പഠിക്കുന്നത് ഭൂമി എന്ന് പറയുന്ന ഗ്രഹത്തെയാണ്. ഭൂമി അല്ലെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഭൂമി അഥവാ എർത്ത് ആണ്. അപ്പൊ നമ്മൾ ബുധനെ കുറിച്ച് പറഞ്ഞു, ശുക്രനെ കുറിച്ച് പറഞ്ഞു. ബുധനും ശുക്രനും ഒക്കെ റോമക്കാരുടെ ഓരോ ദേവതമാരുടെ പേരുമായിട്ട് റിലേറ്റഡ് ആണ്. അല്ലെങ്കിൽ റോമൻ അല്ലെങ്കിൽ ഗ്രീക്ക് പുരാണവുമായി ബന്ധമില്ലാത്ത, ഗ്രീക്കുകാരുമായിട്ട് ബന്ധമില്ലാത്ത ഗ്രഹമാണ്. ഗ്രീക്ക് പുരാണവുമായിട്ട് ബന്ധമില്ലാത്ത ഗ്രഹമാണത്രേ ഏത്, എർത്ത് എന്ന് പറയുന്നത്. ഇനി ഭൂമി പഠിക്കുമ്പോൾ ഭൗമദിനം ഒന്ന് ഓർത്തു വെച്ചോളൂ. നിങ്ങൾ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഭൗമദിനം ഏപ്രിൽ 22 ഭൗമദിനം ഏപ്രിൽ 22 ഭൂമിയുടെ ഭ്രമണത്തിന് വേണ്ട സമയം, ഭൂമിയുടെ ഭ്രമണത്തിന് 23 മണിക്കൂർ 56 മിനിറ്റ് 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് ആവശ്യമാണ്. ഭൂമിയുടെ ഭ്രമണത്തിന് 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് ആവശ്യമാണ്. ഭൂമിയിൽ ഭ്രമണം, ഇനി അതുപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ് പരിക്രമണം. ഈ ഭൂമിയില് എന്താ പറയുന്നത്, പരിക്രമണം കാരണം, ഭൂമിയുടെ പരിക്രമണം കാരണമാണ് ഭൂമിയിൽ ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നത്. എന്തു മൂലമാണ് ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നത്, പരിക്രമണം മൂലമാണ്. ഇനി അടുത്തത് അന്തർഗ്രഹങ്ങൾ അഥവാ ഇന്നർ പ്ലാനറ്റ്സിലെ, അന്തർഗ്രഹങ്ങളിലെ വലിയ ഗ്രഹം ഭൂമിയാണ്. അന്തർഗ്രഹങ്ങളിലെ വലിയ ഗ്രഹം ഭൂമിയാണ്. ഭൂമിക്ക് വലിപ്പത്തിൽ 5ാം സ്ഥാനമാണ്. ഭൂമിക്ക് വലിപ്പത്തിൽ 5ാം സ്ഥാനമാണ്. സൂര്യനിൽ നിന്നുള്ള അകലപ്രകാരം ഭൂമി 3ാം സ്ഥാനത്താണ്. ബുധൻ, ശുക്രൻ, ഭൂമി അല്ലെ. ഇനി ഭൂമിയെ ടെറ എന്ന് വിളിക്കുന്നു. ടെറ എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ഭൂമി. അതുപോലെ തന്നെ നീലഗ്രഹം എന്ന് വിളിക്കുന്നു. നീലഗ്രഹം എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്, ഭൂമിയാണ്. ഭൂമിയുടെ ആകൃതി ജിയോയിഡ് ആകൃതിയാണ്. ഭൂമിയുടെ ആകൃതി ജിയോയിഡ് ആകൃതിയാണ്. ഭൂമിയുടെ ആകൃതി ഏതാകൃതിയാണ്, ജിയോയിഡ് അഥവാ ദീർഘവൃത്താകൃതിയാണ്. ജിയോയിഡ് അഥവാ ദീർഘവൃത്താകൃതിയാണ്. ഭൂമിയിലെ ശരാശരി താപനില 14 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭൂമിയിലെ ശരാശരി താപനില 14 ഡിഗ്രി സെൽഷ്യസ് ആണ്. 14 ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ ശരാശരി താപനില. ഭൂമിയുടെ ഭ്രമണ വേഗത 1674.38 കിലോമീറ്റർ പെർ അവർ ആണ്. അല്ലെങ്കിൽ 1680, റൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ 1680 കിലോമീറ്റർ പെർ അവർ ആണ്. ഭൂമിയുടെ പലായന പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കുട്ടികളെ. അതുപോലെ തന്നെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം എന്താ നമ്മൾ പഠിക്കുന്നത്, ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പൊ ഇത്രയും പറഞ്ഞത് കഴിഞ്ഞിട്ടില്ല, ഇത്രയും പറഞ്ഞത്. ഇനി ഭൂമിയുടെ അച്ചുതണ്ടിന് ഒരു ചെരിവുണ്ട് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അത് നമ്മൾ പഠിക്കുന്നുണ്ട്. എത്രയാണ്, 23.5 ഡിഗ്രി. 23.5 ഡിഗ്രിയാണ് അച്ചുതണ്ടിന്റെ ചെരിവ്. അല്ലെങ്കിൽ 23.5 ആണ് ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവ്. അപ്പൊ ഒന്ന് പറഞ്ഞേ നിങ്ങള്, ഭൂമി ഗ്രീക്ക് ദേവതമാരൊന്നും ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഗ്രഹമാണ് അല്ലെ. അല്ലെങ്കിൽ ഗ്രീക്ക് പുരാണങ്ങളുമായിട്ട് ബന്ധമില്ല. ഭൗമദിനം ഏപ്രിൽ 22 ഭൂമിയുടെ ഭ്രമണത്തിന് എത്ര, 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് വേണം. പരിക്രമണം മൂലമാണ് ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നത്. അന്തർഗ്രഹങ്ങളിൽ വലിയ ഗ്രഹമാണ് ഭൂമി. വലിപ്പത്തിൽ ഭൂമിക്ക് 5ാം സ്ഥാനമാണ്. അകലപ്രകാരം ഭൂമി 3ാമതാണ്. ബുധൻ, ശുക്രൻ, ഭൂമി അല്ലെ. ഇനി അടുത്തത് ഭൂമിയെ ടെറ എന്ന് വിളിക്കുന്നു, നീലഗ്രഹം എന്ന് വിളിക്കുന്നു. ജിയോയിഡ് അഥവാ ദീർഘവൃത്താകൃതിയാണ് ഭൂമിക്ക്.
14 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. ഭൂമിയുടെ ഭ്രമണ വേഗത 1634.38 കിലോമീറ്റർ പെർ അവറോ അല്ലെങ്കിൽ 1680 കിലോമീറ്റർ പെർ അവറോ ആണെന്ന് പറയാം. ഭൂമിയുടെ പലായന പ്രവേഗം എത്രയാണ്? 11.2 ആണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവ് 23.5 ഡിഗ്രിയാണ്. 23.5 ഡിഗ്രിയാണ് ഭൂമിയുടെ ചെരിവ്. ഭൂമിയുടെ കരഭാഗം 29.2%, ഭൂമിയുടെ കടൽ ഭാഗം 70.8%. 70.8% കടൽ ഭാഗവും 29.2% കരഭാഗവുമാണ്. ഇനി ഭൂമിക്ക് ഒരേ ഒരു ഉപഗ്രഹമേ ഉള്ളൂ. ഭൂമിയുടെ ഏക ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ചന്ദ്രനാണ്. ഭൂമിയുടെ ഏക ഉപഗ്രഹം ഏതാണ്? ചന്ദ്രനാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം ഏതാണ്? സൂര്യനാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം ഏതാണ്? സൂര്യനാണ്. എന്നാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ആകാശഗോളം ഏതാണ്? ആകാശഗോളം. അപ്പൊ നമ്മൾ ചന്ദ്രന്റെ പേര് പറയും. ഭൂമിയുടെ ഏക ഉപഗ്രഹം ചന്ദ്രൻ, ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം സൂര്യൻ, ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം ഏതാണ്? ചന്ദ്രനാണ്. അപ്പൊ ഇത്രയാണ് ഭൂമിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഭൂമി അഥവാ എർത്ത് ഗ്രീക്ക് പുരാണങ്ങളുമായിട്ടൊന്നും യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഗ്രഹം. ഭൗമദിനം ഏപ്രിൽ 22. ഭൂമിയുടെ ഭ്രമണത്തിന് 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. പരിക്രമണം മൂലം ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നു. അന്തർഗ്രഹങ്ങളിൽ വലിയ ഗ്രഹമാണ് ഭൂമി. വലിപ്പത്തിൽ ഭൂമിക്ക് 5-ാം സ്ഥാനമാണ്. അകലത്തിൽ ഭൂമിക്ക് 3-ാം സ്ഥാനമാണ്. ഭൂമിയെ ടെറ എന്നും നീലഗ്രഹം എന്നും വിളിക്കുന്നു. ജിയോയിഡ് അഥവാ ദീർഘവൃത്താകൃതിയാണ് ഭൂമിക്ക്. 14 ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ ശരാശരി താപനില. ഭൂമിയുടെ ഭ്രമണ വേഗത 1680 കിലോമീറ്റർ പെർ അവറോ അല്ലെങ്കിൽ 1674.38 കിലോമീറ്റർ പെർ അവറോ ആണ്. ഭൂമിയുടെ പലായന പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവ് 23.5 ഡിഗ്രിയാണ്. ഭൂമിയുടെ കരഭാഗം 29.2%, കടൽ ഭാഗം 70.8%. ഭൂമിയുടെ ഏക ഉപഗ്രഹം ചന്ദ്രൻ, ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം സൂര്യൻ, ഏറ്റവും അടുത്ത് കിടക്കുന്ന ആകാശഗോളം ചന്ദ്രൻ. അപ്പൊ നമ്മൾ ബുധൻ, ശുക്രൻ, ഭൂമി 3 നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷനും പഠിച്ചു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര. അടുത്ത ക്ലാസ്സിൽ ബാക്കി ഗ്രഹങ്ങളും കൂടെ പഠിച്ച് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചൊന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.